വൈക്കം വെസ്റ്റ് മടിയത്തറ സ്കൂളിൽ 2 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് വഴിയൊരുങ്ങുന്നു. തർക്കങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി നിർണയം റവന്യൂ അധികൃതർ ഔദ്യോഗികമായി പൂർത്തിയാക്കി. പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്രമായ ഇടപെടലുകളാണ് നടക്കുന്നത്. വൈക്കം വെസ്റ്റ് മടിയത്തറ സ്കൂളിൽ 2 കോടിയുടെ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം റവന്യൂ അധികൃതർ ഔദ്യോഗികമായി അളന്നു തിരിച്ചു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം അളന്നു തിരിച്ചതിൽ പ്രദേശവാസികളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് വൈക്കം നഗരസഭ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ഇത് ഇടതു സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നഗരസഭ നടത്തിയ നടപടികൾക്കൊടുവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് റവന്യൂ വിഭാഗം വീണ്ടും സ്ഥലം അളന്നു തിരിച്ചത്. വില്ലേജ് രേഖകൾ പ്രകാരം അളന്ന സ്ഥലത്ത് നഗരസഭ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയായിരിക്കും റവന്യൂ വകുപ്പ് അന്തിമ റിപ്പോർട്ട് നൽകുക. 3 കുടുംബങ്ങൾക്ക് വഴി നൽകിയാലും സ്കൂളിന്റെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുന്നതിലൂടെ കൂടുതൽ സ്ഥലം ലഭ്യമാക്കാൻ കഴിയുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ ശേഷം സ്ഥലം വിട്ടുനൽകുന്നതിൽ അന്തിമ തീരുമാനമുണ്ടായാൽ മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നഗരസഭയ്ക്ക് ജാനകി സ്കൂളിന് വേണ്ടി കൊടുത്ത വസ്തുവാണ് ഇവിടെയുള്ളത്. അതില് അളവില് വ്യത്യാസമുണ്ട്. ഇപ്പോ നഗരസഭ തർക്കം പറഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമ്പോൾ ഇവര് കൊണ്ടുവന്ന പ്ലാനും ഇപ്പോ നമ്മള് ഇവിടെ കാണിച്ചു കൊടുത്ത പ്ലാനും കൂടി നോക്കിയാൽ ഒരു 15 സെന്റ് സ്ഥലമെങ്കിലും സർക്കാർ ഭൂമി പുറത്തായിട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കൃത്യമായ അളവുകൾ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന 3 വീട്ടുകാരുടെ അവരുടെ ആവശ്യം പരിഗണിച്ചാൽ പോലും നേരത്തെ അളന്ന പ്ലാനിൽ കൂടുതൽ വസ്തു സ്കൂളിന് ഇപ്പൊ കിട്ടും.